നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അവരെന്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, നമ്മൾ എന്തിന് അവരെ സെർവ് ചെയ്യണം, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് നമ്മൾ അറിയേണ്ടത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കടന്നു വരേണ്ട കസ്റ്റമർ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. എങ്കിലേ നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് അവരുടെ ഡെമോഗ്രാഫി. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റുകളൊക്കെ, പെയ്ഡ് അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഡെമോഗ്രാഫി സെറ്റ് ചെയ്യും അല്ലേ. ഇത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രധാന പാർട്ടാണ്. ഇത് നമ്മുടെ പല ബിസിനസ്സുകളിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഇത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്ന പാതയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോവുക. ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിയാണ്. നമ്മളിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഡെമോഗ്രാഫി നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ഏജ് ഗ്രൂപ്പ്, ഏത് ഏജ് ഗ്രൂപ്പാണ് നമ്മുടെ ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ. നമ്മളൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, QSR റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, കഫേകൾ ഉണ്ടാവും. ഈ 3 റെസ്റ്റോറൻറ്റുകളെയും നമ്മൾ എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പുള്ള ആളുകളായിരിക്കും ആ റെസ്റ്റോറൻറ്റുകളിലേക്ക് കടന്നു വരുന്നത് അല്ലേ. കഫേകളെ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 80% ബിസിനസ്സുകളും കഫേകൾ ഫോക്കസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഏജ് ഗ്രൂപ്പ് ഏതായിരിക്കും? ഒരു 18 to 25 ആയിരിക്കും അവരുടെ ഏജ് ഗ്രൂപ്പ്. അതേസമയം നമ്മളൊരു മൾട്ടി ക്യൂസിൻ അല്ലെങ്കിൽ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിനെ നമ്മൾ കാണുകയാണ്. അവിടെയുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അവിടുത്തെ ഏജ് ഗ്രൂപ്പ് എന്തായിരിക്കും? 25 to 45 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു വ്യത്യാസം, നമ്മുടെ ഇവരുടെ ഏജ് ഗ്രൂപ്പ്, നമ്മൾ ഏത് ബിസിനസ് ആണോ നമ്മൾ മോഡൽ ചെയ്യുന്നത് ആ ബിസിനസ്സിന്റെ മോഡലിന് ആപ്റ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ ഇവരുടെ ഇൻകം ലെവൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ മെനു സെറ്റ് ചെയ്യുന്നതിലേക്കും അതിൻ്റെ പ്രൈസിങ് കൊണ്ടുവരുന്നതിലേക്കും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ ഇവരുടെ പ്രൊഫഷൻ, ഇവർ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ചിലപ്പോൾ കൂലി വേല ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, ഗവൺമെൻറ് സെർവൻസ് ഉണ്ടാവാം, മറ്റുള്ള IT പ്രൊഫഷണൽസ് ഉണ്ടാവാം, മറ്റുള്ള ബിസിനസ് മേഖലകളിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവരുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രൊമോഷനുകളും ഓഫേഴ്സുകളും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത രൂപത്തിലുള്ള പ്രൊമോഷനുകളും ഓഫേഴ്സുകളും വേണം ഇവരുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാറ്റഗറിയും ആളുകളും ഒരേപോലെയല്ല പ്രൊമോഷനുകളെ നോക്കിക്കാണുന്നത്, വ്യത്യസ്തമായ തലത്തിൽ നിന്നാണ് നോക്കിക്കാണുക ഇല്ലേ. അപ്പം നമ്മുടെ ഡെമോഗ്രാഫി സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡൈനിങ് പ്രിഫറൻസുകൾ, അവർ എങ്ങനെയൊക്കെയാണ് ഡൈനിങ് പ്രിഫറൻസുകൾ അവർക്കുള്ളത്. നമുക്കറിയാം, ഇന്ന് ടെക്കികളായിട്ടുള്ള ആളുകളുണ്ട്, വളരെ തിരക്കായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവരുടെ ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഡൈനിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്, അവർ ഡെലിവറി വാങ്ങി അവർ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്കായിരിക്കും അവർ മാറുന്നത് അല്ലേ. നമുക്ക് കണ്ടാൽ അറിയാം ഇല്ലേ, പല ഡെലിവറി അഗ്രിഗേറ്റേഴ്സും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഏരിയകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കും. അതേസമയം മറ്റൊരു കാറ്റഗറി ആളുകൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഡൈനിങ് അനുഭവങ്ങൾ നല്ല രൂപത്തിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് ടൈപ്പ് ആളുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മൾ നല്ല അടിഭംഗിയായിട്ട് ഗംഭീരമായിട്ട് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ധാരാളം ഡൈനിങ് ഉള്ള രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ നമ്മുടെ ആ ഒരു വിപണിയിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരേണ്ട ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ ഇത്തരത്തിൽ ഡൈനിങ് അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവരുടെ ഫുഡുകൾ എത്തുന്ന രൂപത്തിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. അപ്പം നമ്മുടെ ഡൈനിങ് ഏരിയകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റാണ് ഇല്ലേ, ഡെഡ് മണി ആയിട്ട് കിടക്കും. ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ പ്രിഫറൻസുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മാറിയിട്ട് ഇവരുടെ പ്രിഫറൻസുകൾ ഏറ്റവും കൂടുതലുള്ളത് എന്താണോ അവിടേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ആളുകൾ ഏത് സമയത്താണ് കൂടുതൽ ഡൈനിങ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് റെസ്റ്റോറൻറ്റുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ജോലിക്കാർ കൂടുതലായിട്ടുള്ള ജോലി അഥവാ പിന്നെ വർക്കിംഗ് പ്ലേസുകളിൽ കൂടുതലായിട്ട് ആളുകൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഡൈനിങ് ആളുകൾ എത്തുന്ന സമയം എന്ന് പറയുന്നത് ലഞ്ചിനായിരിക്കും ഏറ്റവും കൂടുതൽ എത്തുക, അല്ലേ? അതേസമയം റെസിഡൻഷ്യൽ ഏരിയകളിലാണ് നമ്മളൊരു നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയകളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല ഭാഗങ്ങളുണ്ട്, അല്ലേ? നമുക്കറിയാം, ജോലിക്കാർ ബാച്ചിലേഴ്സ് കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, ഫാമിലീസ് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരം സ്ഥലങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി വരും. അപ്പൊ ലഞ്ചിന് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ എണ്ണം കുറവായിരിക്കാം, ഇല്ലേ? അതേസമയം ഡിന്നറിന് ആൾ കൂടുതലായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ ഡൈനിങ് ടൈമിങ്ങുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതിനനുസരിച്ച് വേണം നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ കണ്ടെത്തുന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്ക് വേണ്ടി വേണം നമ്മുടെ റെസ്റ്റോറൻറ്റുകളെ നമ്മൾ മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത മറ്റു നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.